സന്ധ്യേ ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ആത്തിനിന്ന സംപ്രീതിಯಲ್ಲಿ മനಸ್ಸೆಲ್ಲ ತೇಲಾಡಿದೆ ಬಾಳೆಲ್ಲ ನಿನಗೆ ಧಾರೇನ ಎರೆದೆ ಈ ಜೀವ ನಿನಗೆ ಮುಡಿಪಾಯಿದೆ ಇದು നിങ്ങളുടെ ക്വസ്റ്റ്യൻ സത്യം കണ്ടോ മണിമുകിലായി പറന്നുയർന്നു ഞാൻ പിന്നെ കാണും നേരം പുതുമഴ പോലെ ನಿರ್ದಯ ರಂಗ ಕಾರುಣ್ಯಪತಿಯನ್ನ ಸಾಕುವುದು ನಿನ್ನ ಭಾರ ಪಾಕಶಾಸನ ವಂದ್ಯ ಏಕೆ ನಿರ್ದಯನಾದೆಯ. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പരിമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റ് കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നല്ലവരായ പ്രേക്ഷകർ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകേണ്ടതാണ്. ഇനി ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ ഓരോരുത്തരായി നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? രമ്യ. എന്ത് ചെയ്യുന്നു? ഞാൻ പോസ്റ്റ് ഓഫീസിൽ. സ്ഥലം എവിടെയാ? കാസർഗോഡ്. ഞാൻ ലിഖിത, കാസർഗോഡ്. വർക്ക് ചെയ്യുന്നു? പഠിക്കുന്നു? വർക്ക് ചെയ്യുന്നു. നമ്മളെല്ലാവരും പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ദീപ, കാസർഗോഡ്. മോഹൻ, കാസർഗോഡ് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഗംഗാധരൻ, ഉദുമ, കാസർഗോഡ്. ഗോപാലകൃഷ്ണൻ, കാസർഗോഡ്. നല്ല പേര്, ഗോപാലകൃഷ്ണൻ. സിനിമയിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ ഇന്ന് പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, ഫസ്റ്റ് ചോദ്യം. അച്ഛൻ ഒരു പട്ട് തന്നു, മുക്കിയിട്ടും അത് നനയുന്നില്ല, എന്താണ്? ഇല. അവിടെ എന്താണ് പറയുന്നത് എനിക്ക് അറിയാൻ വയ്യ. മറ്റേ ചേമ്പില. കറക്റ്റ് ആണ്, ചേമ്പില. അങ്ങനെ പറഞ്ഞാലേ എനിക്കറിയാവൂ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതൊരു പഴഞ്ചൊല്ലുമായിട്ട് ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ചോദ്യമായിട്ട് എടുക്കാം. ഓക്കെ. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനു, മോൾ മണിമണി. ചക്ക. കറക്റ്റ് ആൻസർ. ചക്കയാണ് കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്, എന്താണ്? അല്ല. അടുക്കളയിലൊക്കെയുള്ള അല്ല. ജാറൊക്കെ ഇപ്പൊ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ജാറിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനം. ജഗ്ഗല്ല. ഹിന്ദിയല്ല. അല്ല. അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനം. അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്, എന്താണ്? അല്ല. ജാറിനൊക്കെ പകരം നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം, അടുക്കളയിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച്. കൂജ എന്ന് പറയുന്ന സാധനം. കൂജ അല്ല. അത് വെള്ളം വയ്ക്കാൻ ഉപയോഗിക്കുന്നല്ലേ? അതല്ല. കേട്ടിട്ടുണ്ട്. പണ്ടത്തെ ക്വസ്റ്റ്യൻസ് ആണ്, കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. കാസർഗോഡിന്റെ കിട്ടിയാലോ? ജഗ്ഗിന് പകരം ഉപയോഗിക്കുന്ന ജഗ്ഗല്ല, ജാറില്ലേ? യെസ്. നമ്മളെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സാധനം. ഭരണിക്കുള്ള ഭരണി തന്നെയാ. ഭരണിയല്ല.
ഇപ്പോഴാണ് ജാറും മറ്റേ ഇതൊക്കെ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഓരോ മെഷീൻസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള. പണ്ട് നമ്മൾ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അരക്കല്ലല്ല, വേറൊരു സംഭവം. ടൈം ഔട്ടായി. ചിരവ മുമ്പൂട്ടല്ലേ വാല്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാട്ടിൽ നടക്കുന്ന മുത്തശ്ശി, വീശറി വീശും മുത്തശ്ശി. ഏതാണ് ആ മുത്തശ്ശി? വീശറി എന്ന് ഉദ്ദേശിച്ചത് ഇതൊരു ജീവിയാണ്. മയിൽ അല്ല. അതുപോലെ പറഞ്ഞോളൂ ആൻസർ. കറക്റ്റ് ആയിട്ട് വരും. ഇനി ക്ലൂ തന്നാ ഇപ്പോൾ ആൻസർ പറയും. ചെമ്പൂത്ത് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ചെമ്പൂത്തല്ല. അല്ല. ഇവിടുത്തെ ഭാഷ അറിയാം, അവിടുത്തെ ഭാഷ അറിയാം. അല്ല, ഇത് കറുത്തിട്ട പക്ഷിയല്ല, മൃഗമാണ്. ജീവനുള്ള ഒരു മൃഗം. കാട്ടിൽ നടക്കും മുത്തശ്ശി, വീശറി വീശും മുത്തശ്ശി. പന്നിയാ? കാട്ടുപന്നി. കറുത്തിട്ട് വലിയൊരു മൃഗമാ. എന്താണ്? ആന. ചെവിയുണ്ടല്ലോ. അപ്പോൾ ആനയാണ് കറക്റ്റ് ആൻസർ. രണ്ടുപേരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ 2:2:1 എന്ന അനുപാതത്തിലൂടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്. അതിന് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. അമ്മയെ തൊട്ടാലും മകൻ ഇല്ലാതാവും. അതാണോ? തീപ്പെട്ടി. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. 3 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അത്യാവശ്യം ആരോടും എല്ലാവർക്കും ഒന്ന് പാടിപ്പിക്കാം. എനിക്ക് പാട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാടിക്കും. വിരൽ നീട്ടി മനസ്സിൻ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്ന മോകം തളരും തലോടെ ഇടരും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ, വിരഹാർദ്രമായ സന്ധ്യേ. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ. സൂപ്പർ. അതാണ് നമ്മൾ പഠിച്ചിട്ട് പാടുന്നതിനേക്കാളും പാടുന്നതാണ് പാടി പഠിക്കുന്നത്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല, അല്ലേ? യെസ്. ഇനി വേറെ ആരാ പാടുന്നത്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് പാടാം. ഓക്കെ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അരയുണ്ട്, കാലുണ്ട്, പക്ഷേ കാലിനു താഴെ പാദമില്ല. പാന്റ്. ഇവിടെ ആൻസർ പറയാൻ മുണ്ട് കൊടുത്തോണ്ട് ഇങ്ങനെ പാന്റ് ഉപയോഗിക്കാത്ത ആളാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഓർക്കണം. അതൊരു അന്തസ്സാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. അടുപ്പിൻ തിണ്ണയിൽ അമ്മായി അമ്മ. പൂച്ച. ഇതൊക്കെ കേട്ടിട്ട് എന്റെ പൊന്നോ, ഇതൊക്കെ എല്ലാം അറിയാല്ലേ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ടുമുട്ടിയായിരുന്നു. ഇനി അടുത്ത പാട്ട്. അടുത്തൊരു പാട്ടും കൂടി കേൾക്കാം. കണ്ടു മണിമുകിലായി പരന്നുയർന്നു ഞാൻ, പിന്നെ കാണും നേരം പുതുമഴ പോലെ പെയ്തലിഞ്ഞു ഞാൻ. ദിവ്യാനുരാഗമായി ഉലകം പൂത്തുപോയി ഒഴുകൂ ഒഴുകൂ സരയൂ നദിയായാകും പിന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രികാവസന്തം ഗന്ധ
കൊണ്ട് മന്ത്രവീണ പോലെ നിന്നെ കുളിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതിച്ചേനോ മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയ തോഴി. കന്നഡയാണ്, എല്ലാവരും കന്നഡയാണ്. അവരാണ് ഈ മലയാളത്തിൽ പാട്ട് പാടുന്നത്. കന്നഡക്കാരാ? കന്നഡ അറിയാം. കന്നഡയിലൊരു പാട്ട് പാടോ? ಕನಸಿನ ಸಲ್ಲಾಪದ ಸಂದೀಲಿಗೆ ಈ ಸೃಷ್ಟಿಯ ಚಪ್ಪಾಳೆಯ ತಟ್ಟೋ ವೇಳೆ ಕಣ್ಣಲ್ಲಿರೋ ಕನಸಿನ ಸಲ್ಲಾಪದ ಸಂದೀಲಿಗೆ ಈ ಸೃಷ್ಟಿಯ ಚಪ್ಪಾಳೆಯ ತಟ್ಟೋ ವೇಳೆ ಹೇಗೋ ಏನೋ ಪ್ರೀತಿ ಬಂತೋ ನೀನೇ ನನ್ನ ಬಾಳುವಂತೋ ಭೂಮಿಲಿರೋ ಮೊಕ್ಕೆಲ್ಲವೂ ಹೂವಾಯಿತು ಓನಲ್ಲ ನಿನ್ನ ಅಂತರಂಗದಲ್ಲಿ ಮುಕ್ಕೋಟಿ ಸೂರ್ಯ ಬೆಳಗೋದ ಕಣ್ಣೆ ಕಾದೀತು ಜೀವ ಬಾರಯ್ಯ ಮಾವ ಸಂಗಾತಿ ನಿನ್ನ ಸಂಪ್ರೀತಿಯಲ್ಲಿ ಮನಸ್ಸೆಲ್ಲ ತೇಲಾಡಿದೆ ಬಾಳೆಲ್ಲ ನಿನಗೆ ಧಾರೇನ ಎರೆದೆ ಈ ಜೀವ ನಿನಗೆ ಮುಡಿಪಾಗಿದೆ ಸಂಗಾತಿ ನಿನ್ನ ಸಂಪ್ರೀತಿಯಲ್ಲಿ ಮನಸ್ಸೆಲ್ಲ ತೇಲಾಡಿದೆ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരമ്മ പെറ്റതല്ല വെള്ളപ്പട്ടാളം. ഈ പട്ടിക്കോല് അല്ല, വെള്ളപ്പട്ടാള പട്ടാളം. ഒരമ്മ പണ്ടൊക്കെ കേട്ടിട്ടുള്ളത്. ഒരമ്മ പ്രസവിച്ചതെല്ലാം വെള്ളപ്പട്ടാളം. മുട്ട കുമ്പളങ്ങയല്ല, സാധാരണ നമ്മളെ വീട്ടിലേക്ക് എടുക്കുന്ന ഒരു സാധനമാണ്. പച്ചക്കറിയാണ്. പച്ചക്കറി ഐറ്റംസിലൊന്നും വരത്തില്ല. പിന്നെ ക്ലൂ പറയുകയാണെങ്കിൽ തടിയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ സാധാരണ ഇതുണ്ടാവാറുണ്ട്. തടി, കറക്റ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്, ചിതലാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ എത്തിയപ്പോഴാണ് വളർന്നാന്ന് തോന്നുന്നു. ഓരോ ആൾക്കാരുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ തീർന്നുകൊണ്ടിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അകത്തിരുന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം അകത്താക്കും. എന്താണ്? അല്ല, അകത്തിരുന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം അകത്താക്കും. കണ്ണാടി. കണ്ണാടിയില്ല. കണ്ണടയാണോ? ഒരു ക്ലൂ തന്നാൽ നിങ്ങളുടെ ഫ്രണ്ടിലൊക്കെ ഇപ്പൊ ഉണ്ട് ആ സാധനം. ക്യാമറ. ക്യാമറ കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ 5 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ആരും ഇല്ല തോൽപ്പിക്കാൻ. ആകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ನಿರ್ದಯ ರಂಗ ಕಾರುಣ್ಯಪತಿಯನ್ನ ಸಾಕುವುದು ನಿನ್ನ ಭಾರ ಪಾಕಶಾಸನ ವಂದ್ಯ ಏಕೆ ನಿರ್ದಯನಾದೆಯೋ ರಂಗಯ್ಯ ರಂಗ ಏಕೆ ನಿರ್ದಯನಾದೆಯೋ ಅರಿತು ಪಾಡುವೆನೆಂದರೆ ರಂಗಯ್ಯ ನಿನ್ನ ಅರಿತವರ್ಯಾರಯ್ಯ ಅರಿಯಲಾಗದೆ ನಿನ್ನ ಹೊಂದುವುದ್ಯಾಂಗಯ್ಯ ಅರಿಯಲಾಗದೆ ನಿನ್ನ ಹೊಂದುವುದ್ಯಾಂಗಯ್ಯ ಅರಿಯದವನು ನಾನು ದಾರಿ ತೋರಿಸೋ ನೀನು ಏಕೆ ನಿರ್ದಯನಾದೆಯೋ ರಂಗಯ್ಯ ರಂಗ ಏಕೆ ನಿರ್ದಯನಾದೆಯೋ. 1000 കുഞ്ഞുങ്ങൾക്ക് ഒരു അരഞ്ഞാണം. എന്താ? നമ്മൾ 6 ക്വസ്റ്റ്യന്റെ ആൻസർ. സന്തോഷായി. എന്തായിരുന്നു മാഷിന്റെ പേര്? ഗംഗാധരൻ. ഗംഗാധരൻ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി ഗംഗാധരൻ മാഷാണ്. മാഷിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം. ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയിയായ ഗംഗാധര മാഷിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി കോമഡി സ്റ്റാർസിലെ പ്രിയ താരമായ ഷാ മങ്ങാട് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഉണ്ടായിരുന്നു? നല്ല രസയാ. പ്രത്യേകിച്ച് അഭിപ്രായം അല്ല നല്ല പഴയ ചില ഓർമ്മകൾ വന്നു നൊസ്റ്റാൾജിയ നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.